ഹായ് ഫ്രണ്ട്സ്, സ്പാഷ് വെൽനസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒഫൻസീവ് ബ്രത്ത് അഥവാ വായുനാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് വായിൽ നിന്നും ദുർഗന്ധം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ പല്ലിനിടയിൽ കുടുങ്ങുകയും അത് വൃത്തിയാക്കാതിരുന്നാൽ അവയിൽ ബാക്ടീരിയ വളരുകയും അത് ഈ ഭക്ഷണ സാധനങ്ങളെ വിഘടിച്ച് സൾഫർ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അതുകൊണ്ട് വായിൽ നിന്നും ഈ സൾഫറിൻ്റെ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ആഹാര സാധനങ്ങൾ, വെളുത്തുള്ളി, ഉള്ളി, മദ്യം എന്നിവ കഴിക്കുന്നത് മൂലം ഇവ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് ആഗിരണം ചെയ്യുകയും അത് ശ്വാസകോശം വഴി മണിക്കൂറുകളോളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ വായിൽ സലൈവ കുറവാണെങ്കിൽ, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ, നമ്മുടെ വായ് ഉണങ്ങുകയാണെങ്കിൽ ബാക്ടീരിയ കൂടുതൽ വളരാനുള്ള സാധ്യതയുണ്ട്. വായ്പുണ്ണ്, മോണപ്പഴുപ്പ്, കേടായ പല്ലുകൾ, വെപ്പ് പല്ലുകൾ വൃത്തിയായി സൂക്ഷിക്കാതിരുന്നാലൊക്കെ അതിൽ ബാക്ടീരിയ ഉണ്ടാവുകയും വായ്നാറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ പുകവലി, ടൊബാക്കോ അടങ്ങിയ സാധനങ്ങൾ വലിക്കുന്നത് മൂലം അതിൻ്റെ സ്മെല്ല് ബ്ലഡിൽ കയറിയിട്ട് ശ്വാസകോശത്തിൽ കൂടെ എപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതും വായ്നാറ്റത്തിന് ഒരു കാരണമാണ്. പിന്നെ ടോൺസിലർ ഇൻഫെക്ഷൻ, പുളിച്ചു തികട്ടൽ, ഗ്യാസ്ട്രോ ഇസോഫാഗിയൽ റിഫ്ലക്സ് അഥവാ ജേർഡ് എന്ന അസുഖം, എച്ച് പൈലോറി ഇൻഫെക്ഷൻ എന്നിവ മൂലവും വായ്നാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുടർച്ചയായ വായ്നാറ്റം സൈനസ് ഇൻഫെക്ഷൻ മൂലമോ മൂക്കിൽ നിന്നും തൊണ്ടയിലേക്ക് പതിവായി കഫം വരുന്നത് മൂലമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പതിവായിട്ടുള്ള നേസൽ ഇൻഫെക്ഷൻ, ലിവർ, കിഡ്നി ഡിസീസ്, സർട്ടൻ ബ്ലഡ് ഡിസോർഡേഴ്സ് എന്നിവ കൊണ്ടും ഈ വായ്നാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ വായ് ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും പല്ല് തേക്കുകയും നാക്ക് വടിക്കുകയും ചെയ്യുക. പല്ലിനിടയിലുള്ള ഭക്ഷണ സാധനങ്ങൾ വൃത്തിയാക്കുക. പല്ല് തേക്കുമ്പോൾ സോഫ്റ്റ് ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുക. ബ്രഷ് ചെരിഞ്ഞ് പിടിച്ച് മെല്ലെ വൃത്താകാരത്തിൽ തേക്കണം. മുൻവശം, പിന്നാമ്പുറം, ചവക്കുന്ന ഭാഗം എല്ലാം 2 മിനിറ്റ് ശുദ്ധമാക്കുക. അവസാനം നാവും ശുദ്ധമാക്കുക. ദിവസം മുഴുവൻ നമ്മുടെ ശരീരത്ത് ജലാംശം നിൽക്കത്തക്ക രീതിയിൽ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. അത് വായ് വരളാതെയും ബാക്ടീരിയ വായിലുണ്ടാകാതെയും സംരക്ഷിക്കും. പല്ലിൻ്റെ അസുഖങ്ങൾ പതിവായി ചെക്കപ്പ് ചെയ്യുകയും ചികിത്സിക്കുകയും ചെയ്യണം. വെപ്പുപല്ലുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് ഡോക്ടറോട് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് പ്രകാരം ചെയ്യേണ്ടതാണ്. ച്യൂയിങ്ങം, ഷുഗർ ഇല്ലാത്ത ച്യൂയിങ്ങം ചവയ്ക്കുന്നതുകൊണ്ട് വായിൽ ഉമിനീര് കൂടാൻ സഹായിക്കും. അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ മൗത്ത് വാഷ് ബാക്ടീരിയ കുറയ്ക്കാൻ സഹായിക്കും. ഇതൊക്കെ ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. പെർമനൻ്റായ കാരണങ്ങൾ ചികിത്സിച്ച് മാറ്റണം.